ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാവിലത്തെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോർണിംഗ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയും അതേപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ. നിങ്ങളവിടെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. രാവിലെ നിങ്ങൾ എല്ലാവരും മോർണിംഗ് ഫുഡായിട്ട് കഴിച്ചത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ദേ ചപ്പാത്തിയും കടലക്കറിയാണ് കഴിക്കുന്നത്. സാധാരണ ചപ്പാത്തി മുട്ടക്കറിയൊക്കെയാണ് എല്ലാവർക്കും ഫേവറേറ്റ്. അപ്പോൾ ഇത് എനിക്ക് ഫേവറേറ്റ് ഇടിയപ്പവും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലോ അടുത്ത വീഡിയോയിലോ കാണിച്ചു തരാം. കാരണം കടലക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പം വെള്ളക്കടലയുടെ കറിയാണിത്. അപ്പം എനിക്ക് ചപ്പാത്തി വലിയൊരു ഫേവറേറ്റ് ഒന്നുമല്ല, പിന്നെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇങ്ങനെ പയ്യെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റാവും, കാരണം ഞാൻ ഫുഡ് പയ്യെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ പുളിമുളകിൻ്റെ നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അയലക്കറിയായിരുന്നു. അയലക്കറി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാനും വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മുടെ ലിക്വിഡ് തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ലിക്വിഡ് നിറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോം മിനി എന്തോ ഒരു സംഭവം വെച്ചാണ് നമ്മളിത് ഇത് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് നിറച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളം വെച്ച് വേണമെങ്കിൽ അല്ലാതെയൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ ഞാൻ ഈ ലിക്വിഡ് വെച്ച് തുടച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വെള്ളം വെച്ച് തുടയ്ക്കുമ്പോൾ ഇത്രയൊരു ക്ലിയർനെസ് ഇല്ല. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ലിക്വിഡ് ആയതുകൊണ്ടായിരിക്കും നല്ല ക്ലിയറൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മ ഉപ്പിലിട്ട് വെച്ച് ഈ ഒരു ലൗലോലിക്ക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാന്താരിയൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇട്ട് വെച്ചിട്ട് ഉപ്പ് പിടിച്ചോ എന്തോന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ കാന്താരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരി ആകെ ചെറുതേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. എനിക്ക് നല്ല ഉപ്പ് വേണമല്ലോ നെല്ലിക്കയ്ക്കൊക്കെ. അത് കഴിഞ്ഞ് ഇവിടുത്തെ പൂച്ച തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ കണ്ണ് തെപ്പിയാൽ ഇതിന് മീൻ എടുത്തുകൊണ്ട് പോകില്ല, അതേപോലെ തന്നെ കറി തട്ടിയിടലോ അല്ലോ കേട്ടോ ജോലി. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ചീനി അതേപോലെ തന്നെ അയലക്കറിയും അതേപോലെ നമ്മുടെ അവിയലും ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നത്തെ വിശേഷങ്ങൾ